അമ്മേ അമ്മേ ഇനി ചരടൊന്നും കെട്ടേണ്ടി വരില്ല കേട്ടാ. എൻ്റെ പീരീഡ്സ് എത്തിയിട്ട് 5 ദിവസമായി. എൻ്റെ കൃഷ്ണ, എല്ലാം നല്ല വിധത്തിലായ വെളിച്ചെണ്ണ കത്തിക്കാമേ. എടാ 5 ദിവസം കൊണ്ട് സംഗതി ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു 10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ മതി. 5 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കൂ. ആണല്ലേ? ആ, ഈ ഗർഭവിഷയത്തിൽ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആയിക്കോളൂ. എന്തായാലും എന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വേണ്ട. ഇത് തന്നെ എങ്ങനെയല്ല ആയ മതി. ഇപ്പൊ എടാ ആദ്യമൊക്കെ ആവോ എന്നുള്ള പേടിയാ ഉണ്ടാകുക. ഒന്നായി കഴിഞ്ഞാലല്ലോ പിന്നെ ആയി പോവോ എന്നുള്ള പേടിയാ ഉണ്ടാകുക. ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല മോനെ. ഒരു രണ്ടാളും പറയുന്നത് 10 ദിവസം കഴിഞ്ഞാലേ ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഉറപ്പാണ്. എന്റെ വിളി തിരുവമ്പാടി കൃഷ്ണൻ കേട്ട്. നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയാ ഇപ്പൊ. കുറച്ച് സോളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കണ്ടാട്ടാ, അല്ലേ? അതന്നെ. അപ്പുറത്തെ വീട്ടിലെ സുലോചനരെ 2 പ്രാവശ്യമല്ലേ അലസിപ്പോയത് നേരാമണ്ണം നോക്കാഞ്ഞിട്ട്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഓളെന്തെങ്കിലും എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലാ നീ പോയിക്കോ. മോളെ, നീ ഒന്നും ചെയ്യട്ടെ, ഞാൻ ചെയ്തോളാം. അയ്യോ അമ്മ, ഞാൻ ചെയ്തോളാം. വേണ്ട, ഈ സമയം നല്ലോണം റെസ്റ്റ് എടുക്കണം. പോയി കിടന്നോ, പോയി കിടന്നോ. മോളെ, ഒന്നും കഴിച്ചില്ലല്ലോ. നീ ഇത് കുടിക്കേ. അമ്മ ഇപ്പൊ വേണ്ടമ്മേ. ഇത് കുടിക്കേ, ക്ഷീണം ഉണ്ടാവും. എന്താ പറ്റി മോളെ? ഒന്നുമില്ലമ്മേ, ഞാൻ മൂത്രച്ചാന്ന്. എന്റെ കൃഷ്ണ, നല്ലോണം കിട്ടിയ കുഞ്ഞിനെ കൊണ്ട് അരിയിൽ എഴുതിക്കാവേ. എനിക്കെന്താ ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? എനിക്കിവിടെ ഒന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നോ. നകുലേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പറഞ്ഞോ. എനിക്കൊന്ന് പീരീഡ്സ് ആയി. അമ്മേ, നകുലേട്ടാ, നകുലേട്ട എണീച്ചേ. എന്തെന്നോ? നകുലേട്ടൻ ഒന്ന് എണീക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നാ നിന്റെ പ്രശ്നം? നകുലേട്ടൻ ഒന്ന് എണീക്കുന്നുണ്ടോ? പറ. അമ്മ എന്നോട് മിണ്ടുന്നില്ല. മിണ്ടുന്നില്ലേ? നകുലേട്ട, ഇങ്ങനെയാന്ന് കാര്യങ്ങൾ പോക്കെങ്കിൽ എനിക്കിടെ നിൽക്കാൻ പറ്റൂലേ? അതല്ല എനിക്കത് തോന്നാന്ന്.
കുഞ്ഞുങ്ങളുണ്ടാവത്തേന് ദേശം അല്ലെങ്കിൽ എപ്പോഴും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് എന്നെ തീർക്കല്. അത് ഇവിടുത്തെ മാത്രമല്ല, എല്ലായിടത്തെ അവസ്ഥ തന്നെ. ഇന്നലെ നകുലേട്ടൻ എന്നോട് ഒന്നും മിണ്ടാണ്ടാ പോയി കിടന്നുറങ്ങിയത്. നിങ്ങളെപ്പോലെ എനക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു കുഞ്ഞിനെ കണ്ണൂന്ന്. എടി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ കുറെ ആലോചിച്ചു നകുലേട്ടാ, നമുക്കൊരു ഡോക്ടറെ കാണണം. കാണാം. ഡോക്ടറെ കാണിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ആരെ കാണിക്കുക? ഇവളുടെ ഒരു കൂട്ടുകാരുണ്ട് കണ്ണൂര്. ഓരോ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷം അതിന് പോലും. ഓക്ക് കുറെ നാള് ട്രീറ്റ്മെന്റ് ഉണ്ടായിന്നാ പറഞ്ഞത്. ഓള് ഫേസ്ബുക്കിൽ കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ട് കണ്ടിനമ്മേ. ഓരെ കാണാൻ പോയില്ലെന്ന് ആലോചിക്കുന്ന. അതിനെന്താ ഇത്ര ആലോചിക്കാനുള്ള? നിങ്ങൾ വിട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് ഓളെ വിളിച്ചോക്ക്. പിന്നെ നിങ്ങൾ പോകുമ്പോ കുഞ്ഞിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോട്ടോ. അപ്പോ എന്റെ ഫസ്റ്റ് മെഡിസിൻ ഏറ്റു. ആൾക്കാരെ ഓടിക്കാൻ പഠിച്ചില്ലേ? നന്നായി. നമ്മുടെ മനസ്സിനൊരു ബലം വേണം, അന്നേരം എടുക്കുന്ന മെഡിസിന് ഗുണം കിട്ടും. ഇനി 2 പേർക്കും ഓരോ ടെസ്റ്റോടുണ്ട്. ടെസ്റ്റ് ഞാൻ എഴുതി തരാം. വലിയുണ്ടോ? സ്മോക്കിംഗ് ഉണ്ടോന്ന്? സ്മോക്കിംഗ് ചെറുതായിട്ട്. ആ, സ്മോക്കിംഗ് കൗണ്ട് കുറയ്ക്കും. ഏതായാലും ടെസ്റ്റ് വരട്ടെ. കൗണ്ട് കുറവാണെങ്കിൽ വലിയ നിർത്തേണ്ടി വരും. ഇതാ നിർത്തിയറേ, ഒരു ഗുണവുമില്ല. പറഞ്ഞു കൊടുക്ക്. അപ്പൊ പറഞ്ഞ പോലെ. എടാ, സിഗരറ്റ് വലിച്ചാൽ കുറയെങ്കിൽ ശുക്കൂറിനെ കുറയണ്ടേ? ഓനി വലിക്കുന്നവരും കൂടുതലേന്ന്. ഡാ, അടുത്ത വിത്തിറക്കണ്ടേ? ആദ്യം ഇവന്റെ വിത്തൊന്ന് പിടിക്കട്ടെ. ഒരു പൊഫോട്ടെ. എടാ നൗല, വലിയ നിർത്താണെ തന്നെ കൗണ്ട് ഉണ്ടെന്ന് ഞമ്മക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് ഇനി എന്തിനാ തെളിയിക്കുന്നത്? എനിക്ക് ഓൾറെഡി 4 ഔ ശരിയാണല്ലോ. എന്നാ ഈ തെളിക്ക്. ഇന്റെ കൗണ്ട് കണ്ടിട്ട് ആ ഡോക്ടറെ കണ്ണ് കളണം. അല്ലടാ എത്തോ? നീ പറഞ്ഞ കറക്റ്റാടാ. എടാ, ഈ ഞമ്മളെയും കൂടി പ്രശ്നം. അതുകൊണ്ട് നീ ഒരു കണക്കിന് വിട്ടുകൊടുക്കരുത്. കട്ടക്ക് വെക്കണം. നീ ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് എടുത്തടാ. ബാക്കി അമ്മ വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ, എന്താ? സിസ്റ്റർ, ഇവിടെ മെയിൽ നഴ്സുമാരും ഇല്ലേ? ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു? അത് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ മെല്ലെ പറഞ്ഞ എങ്ങനെയാ? കുറച്ച് ഒച്ച പറ. ഓ, സെമൻ ടെസ്റ്റ് ചെയ്യാനായിരുന്നു. ഇതിനാണോ പറയാൻ പഠിച്ചേ? എങ്ങനെ, വീട്ടിൽ നിന്നാണോ എടുക്കുന്നത് അതോ ഇവിടെ നിന്നാണോ എടുക്കുന്നത്? വീട്ടിൽ നിന്നാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിക്കണം. ഇതിൽ കളക്ട് ചെയ്താൽ മതി. അവിടെയാണ് ടോയ്ലറ്റ്. ഇതിലാളുണ്ടായി ഒന്ന് പെട്ടെന്ന് ഇറങ്ങാം. ആ, വാ 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 ഇരിക്കേ. എന്തേ? റിസൾട്ട്. ആ, റിസൾട്ട് അല്ലേ? യു ഈ കൗണ്ട് വെച്ചോണ്ട് ഒന്നും നടക്കില്ല കേട്ടോ. കൂടാനുള്ള മെഡിസിൻ ഞാൻ എഴുതി തരാം. പിന്നെ മെഡിസിൻ എടുക്കുമ്പോൾ ആ സ്മോക്കിംഗ് അങ്ങ് നിർത്തിയേക്കണം. ഞാനത് പറഞ്ഞല്ലേ. വലിപ്പിക്കരുത് കേട്ടോ. കൂടിക്കോളും. കൂടെ അവിടെ പോവാനാ.
കുറച്ചും കൂടി ഒന്ന് ഉത്സാഹിക്കായിരുന്നു. നിനക്കൊക്കെ എന്തും പറയാം. ഞാൻ ഉപയോഗിക്കുന്ന അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇന്റെ വലിയ തീരുമാനമല്ലേ?